അരുവിക്കര നിയോജക മണ്ഡലം ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്. ജി സ്റ്റീഫനാണ് അവിടുത്തെ സിറ്റിംഗ് MLA. ഇടതുപക്ഷ മണ്ഡലമൊന്നും അല്ലായിരുന്നിട്ട് പോലും അദ്ദേഹം അട്ടിമറി വിജയമാണ് ഇക്കുറി നേടിയത്. കോൺഗ്രസിന്റെ KS ശബരിനാഥിനെ 5000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ആ മണ്ഡലം ഇടതുപക്ഷം പിടിച്ചെടുത്തത്. എന്നാൽ പൊതുവെ ഇടതു സ്വാധീനം ഉള്ള മേഖലയല്ല. പഞ്ചായത്ത് ഭരണം ഉൾപ്പെടെയുള്ള അവിടെയുള്ള സകല മേഖലകളിലും ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കമൊക്കെ ലഭിച്ചിട്ടുള്ള നാളുകൾ ഉണ്ടെങ്കിൽ പോലും അരുവിക്കര മൊത്തത്തിൽ ഒരു UDF മണ്ഡലമായി കണക്കാക്കപ്പെടുന്ന മണ്ഡലമാണ്. 2011 ജി കാർത്തികേയൻ 10,000 വോട്ടുകൾക്ക് വിജയിച്ച ആ മണ്ഡലം പഴയ ആര്യനാട് നിയോജക മണ്ഡലത്തിൻ്റെ മണ്ഡല പുനർനിർണയം വന്നതിന് ശേഷമാണ് അരുവിക്കര നിയോജക മണ്ഡലമായി മാറിയത്. 2015 ജി കാർത്തികേയൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ KS ശബരിനാഥൻ അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 21,314 വോട്ടുകൾക്കാണ് AA റഷീദിനെ ശബരിനാഥൻ പരാജയപ്പെടുത്തി രണ്ടാം തവണയും അരുവിക്കരയിൽ വെന്നിക്കൊടി പാറിച്ചത്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണക്കൂട്ടലുകൾ എല്ലാം തെറ്റിക്കൊണ്ട് ശബരിനാഥൻ അരുവിക്കരയിൽ പരാജയപ്പെടുന്നു. കോൺഗ്രസിന് അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു നിമിഷമായിരുന്നു. സ്വതേ ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കം ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പാണെങ്കിലും അരുവിക്കരയിൽ എന്ത് തരംഗം വന്നാലും നിസ്സാര വോട്ടിനെങ്കിലും ശബരിനാഥൻ വിജയിക്കുമെന്ന കണക്കൂട്ടൽ കോൺഗ്രസിനുണ്ടായിരുന്നു. അതാണ് അപ്പാടെ തെറ്റിയത്. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയമാണിത്. അവിടേക്ക് മത്സരിക്കാൻ മേയർ സ്ഥാനാർത്ഥിയായി ശബരിനാഥിൻ്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, അതായത് കോൺഗ്രസിൻ്റെ DCC ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ് ശബരിനാഥൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി ഏതെങ്കിലും ഒരു വാർഡിൽ മത്സരിക്കുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ അരുവിക്കരയിൽ തീർച്ചയായും 2026 ശബരിനാഥൻ ഇറങ്ങുകയില്ല എന്ന് വ്യക്തമാണ്. പകരം ആര് എന്ന വലിയ ചോദ്യം അവിടെ പ്രസക്തമായി തന്നെ ഇരിക്കുകയാണ്. എന്നാൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് തിരിച്ചുവരവിനുള്ള സാധ്യതയുണ്ടോ എന്ന കണക്കൂട്ടലാണ്. അത് സാധിക്കണം എന്നുള്ളത് ഉണ്ടെങ്കിൽ ആദ്യം നടത്തേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലും വലിയ രീതിയിലുള്ള നേട്ടം കൊയ്തെടുക്കാൻ കഴിയണം. ഈ രണ്ട് മേഖലയിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ആ വിജയം, ആ ഒരു മുൻതൂക്കം കൃത്യമായും UDFനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സഹായിക്കുകയുള്ളൂ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 19 സീറ്റ് നേടിയെടുത്തതാണ്. എന്നിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ UDFന് വോട്ട് ഷെയർ കുറഞ്ഞു, സീറ്റുകൾ കുറഞ്ഞു, കോർപ്പറേഷനിൽ പലതും കൈവിട്ടു. കൊച്ചിയും തൃശ്ശൂരും ഒക്കെ കൈവെള്ളയിലിരുന്ന കോർപ്പറേഷനുകൾ ആണ്. അതൊക്കെയാണ് കൈവിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ തന്നെ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നത്.